ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലവനത്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസാണ് നോക്കാനായിട്ടുള്ളത്. പ്രോബ്ലം വായിക്കാം. തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബോട്ട് 6000 കിലോഗ്രാം ജലം ആദേശം ചെയ്യുന്നു. ബോട്ടിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷോബലം എത്രയായിരിക്കും? ഒരു ബോട്ട് തടാകത്തിൽ സ്ഥിതി ചെയ്യാണ്. ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ മാസ് 6000 കിലോഗ്രാം ആണ്. ബോട്ടിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷോബലമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്ലവക്ഷോബലത്തിൻ്റെ മൂല്യവും ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. അപ്പം ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം കണ്ടു കഴിഞ്ഞാൽ പ്ലവക്ഷോബലം കിട്ടും. ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ മാസ് 6000 കിലോഗ്രാം ആണ്. ആ ഒരു ഭാരം കണ്ടാൽ മതി. ഭാരം കാണാൻ മാസ് ഇൻറ്റു ജി, mg ആണ് ഭാരം. അപ്പം 6000 ഇൻറ്റു 9.8 ചെയ്യുമ്പം 58800 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് പ്ലവക്ഷോബലം. ഇനി അടുത്ത ചോദ്യം. വായുവിൽ 0.45 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു വസ്തു മുഴുവനായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 0.31 കിലോഗ്രാം വെയിറ്റ് ആണ് എങ്കിൽ താഴെ കൊടുത്തവ കണ്ടെത്തുക. വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടം. അപ്പോൾ ഭാരനഷ്ടം കണ്ടുപിടിക്കാൻ വായുവിലെ ഭാരം മൈനസ് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 0.45 മൈനസ് 0.31 ചെയ്യുമ്പോൾ 0.14 കിലോഗ്രാം വെയിറ്റ് എന്ന് കിട്ടും. ഇനി പ്ലവക്ഷോബലം എന്ന് പറയുന്നത് വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടത്തിന് തുല്യമാണ്. അപ്പോൾ പ്ലവക്ഷോബലവും 0.14 കിലോഗ്രാം വെയിറ്റ് തന്നെയാണ് കിട്ടുക. മൂന്നാമത്തെ ചോദ്യം. ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം. ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം വസ്തുവിനുണ്ടാകുന്ന ഭാരനഷ്ടത്തിന് തുല്യമായിരിക്കും, പ്ലവക്ഷോബലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ അതും 0.14 കിലോഗ്രാം വെയിറ്റ് എന്ന് കിട്ടും. ഇനി നോക്കാനുള്ളത് ആപേക്ഷിക സാന്ദ്രത. എന്താണ് ആപേക്ഷിക സാന്ദ്രത? സാന്ദ്രത എന്താണെന്നുള്ളത് നമുക്കറിയാലോ. മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ്. യൂണിറ്റ് വ്യാപ്തത്തിൽ ഒരു വസ്തുവിൽ എത്രത്തോളം മാസ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സാന്ദ്രത. അപ്പം അതെങ്ങനെ ആപേക്ഷികമായിട്ട് പറയാം? അപ്പം ഇവിടെ കുറച്ച് ദ്രാവകങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഏതിനൊക്കെയാണ് ജലത്തിനേക്കാളും സാന്ദ്രത കൂടുതലുള്ളത്, അതേപോലെ ഏതിനൊക്കെയാണ് ജലത്തിനേക്കാളും സാന്ദ്രത കുറവുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം കൊടുത്തിട്ടുള്ളത് ഒന്ന് മണ്ണെണ്ണ, അടുത്തത് വെളിച്ചെണ്ണ, ഗ്ലിസറിൻ, പൂരിത ഉപ്പുലായനി. അപ്പോൾ മണ്ണെണ്ണയാണെങ്കിൽ മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാളും സാന്ദ്രത കുറവാണ്, നമുക്കറിയുന്ന കാര്യമാണ്. വെളിച്ചെണ്ണയാണെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് ജലത്തിനേക്കാളും സാന്ദ്രത കുറവാണ്. കാരണം ജലത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വെളിച്ചെണ്ണ പൊങ്ങി നിൽക്കും. ആ വെളിച്ചെണ്ണയ്ക്ക് സാന്ദ്രത കുറവായതുകൊണ്ടാണ്. ഇനി ജലത്തിനേക്കാളും സാന്ദ്രത കൂടിയതാണോ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഗ്ലിസറിന് ജലത്തിനേക്കാളും സാന്ദ്രത കൂടുതലാണ്. പൂരിത ഉപ്പുലായനി ആണെങ്കിലും അതിനും ജലത്തിനേക്കാളും സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ 2 എണ്ണത്തിന് ജലത്തിനേക്കാളും സാന്ദ്രത കൂടുതലാണ്, 2 എണ്ണത്തിന് ജലത്തിനേക്കാളും സാന്ദ്രത കുറവാണ്. അപ്പം നമ്മൾ അവിടെ ജലം വെച്ചാണ് താരതമ്യപ്പെടുത്തിയത്. വസ്തുക്കളുടെ അല്ലെങ്കിൽ ദ്രാവകങ്ങളുടെ സാന്ദ്രത നമ്മൾ ജലം വെച്ചാണ് താരതമ്യപ്പെടുത്തിയത്. ഇങ്ങനെ ജലം വെച്ച് താരതമ്യപ്പെടുത്തി പറയുന്നതാണ് ആപേക്ഷിക സാന്ദ്രത. ഇപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതാണ് ജലത്തിൻ്റെ സാന്ദ്രത. അപ്പോൾ അതിൻ്റെ എത്ര മടങ്ങാണ് ഒരു വസ്തുവിൻ്റെ സാന്ദ്രത എന്നാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത വെച്ച് പറയുന്നത്. നമ്മൾ അതിനൊരു സമവാക്യം പറയുകയാണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. അപ്പോൾ ജലത്തിൻ്റെ സാന്ദ്രതേൻ്റെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആപേക്ഷിക സാന്ദ്രത ഇസ് ഈക്വൽ ടു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. അതിൽ ജലത്തിൻ്റെ സാന്ദ്രതേൻ്റെ മൂല്യം വരുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതാണ് നമ്മൾ ആ സമവാക്യത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പദാർത്ഥത്തിൻ്റെ സാന്ദ്രതയും ആ സമവാക്യത്തിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മൂല്യം കണ്ടുപിടിക്കും. അതാണ് ആ വസ്തുവിൻ്റെ ആപേക്ഷിക സാന്ദ്രത. ഇവിടെ ഒരു ചോദ്യം. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണം. അപ്പോൾ ആപേക്ഷിക സാന്ദ്രതേൻ്റെ സമവാക്യം
മണ്ണെണ്ണയുടെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. മൂല്യങ്ങൾ ഇട്ട് കൊടുക്കുക. 810 മണ്ണെണ്ണയുടെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത 1000. അപ്പോൾ 810 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മൂല്യം 0.8110 ആണ്. അപ്പോൾ അതാണ് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രതയുടെ മൂല്യം. ഇനി ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഉണ്ടോ? ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ആപേക്ഷിക സാന്ദ്രതയുടെ സമവാക്യത്തിൽ മുകളിലും വരുന്നത് അംശത്തിൽ വരുന്നത് സാന്ദ്രതയാണ്, ഛേദത്തിൽ വരുന്ന സാന്ദ്രതയാണ്. അപ്പോൾ മുകളിൽ വരുന്ന യൂണിറ്റും താഴെ വരുന്ന യൂണിറ്റും ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ഇനി ഇവിടെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ചെമ്പിൻ്റെ സാന്ദ്രത 8900 kg/m³ ആണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? അപ്പോൾ ആപേക്ഷിക സാന്ദ്രത ഇസ് ഈക്വൽ ടു ചെമ്പിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത ഇസ് ഈക്വൽ ടു 8900 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് 8.9 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം, മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത 13.6 ആണെങ്കിൽ അതിൻ്റെ സാന്ദ്രത എത്രയായിരിക്കും? അപ്പോൾ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് 13.6 ആണ്. അപ്പോൾ 13.6 ഈസ് ഈക്വൽ ടു മെർക്കുറിയുടെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത എന്ന് നമുക്ക് കിട്ടും. ആ സമവാക്യത്തിൽ ജലത്തിൻ്റെ സാന്ദ്രത ഇട്ട് കൊടുക്കുക 1000. അപ്പോൾ നമുക്ക് മെർക്കുറിയുടെ സാന്ദ്രത കാണാൻ വേണ്ടി 1000നെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. മെർക്കുറിയുടെ സാന്ദ്രത ഇസ് ഈക്വൽ ടു 13.6 ഇൻറ്റു 1000, 13600 kg/m³ എന്ന് കിട്ടും. അവിടെ യൂണിറ്റ് ഉണ്ട്, സാന്ദ്രത ആയതുകൊണ്ട് യൂണിറ്റ് kg/m³. ഇനി നോക്കാനുള്ളത് ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണമാണ്. ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്ററാണ്. ഹൈഡ്രോമീറ്ററിൻ്റെ ചിത്രമാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ആപേക്ഷിക സാന്ദ്രത കണക്കാക്കുക. ഈ ഹൈഡ്രോമീറ്ററിൻ്റെ മേലെ പല റീഡിങ്സ് ഉണ്ടാവും. ഏറ്റവും മേലെ ഏറ്റവും ചെറിയ റീഡിങ്ങാണ് ഉണ്ടാവുക. അതിൻ്റെ താഴെ ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് റീഡിങ് കൂടിക്കൂടി വരിക. അപ്പോൾ നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ ഒരു ദ്രാവകത്തിലേക്ക് ഇടും. ദ്രാവകത്തിലേക്ക് ഇട്ടിട്ട് ഏത് ലെവലിലാണ് ഈ ഹൈഡ്രോമീറ്റർ നിൽക്കുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ റീഡിങ് എടുക്കുക. ഇപ്പോൾ ഒരു ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ ദ്രാവകത്തിൻ്റെ ലെവലിൽ ഹൈഡ്രോമീറ്ററിൻ്റെ ഏത് റീഡിംഗ് ആണോ വരുന്നത് അതാണ് ആ ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത. നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ജലത്തിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം എത്രയായിരിക്കും? ജലത്തിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം അഥവാ റീഡിംഗ് എന്ന് പറയുന്നത് 1 ആണ്. കാരണം ജലത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത, ജലത്തിൻ്റെ തന്നെ ആപേക്ഷിക സാന്ദ്രത നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 1 ആണ് കിട്ടുക. മുകളിൽ ദ്രാവകത്തിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ താഴെ ജലത്തിൻ്റെ സാന്ദ്രത. അപ്പോൾ 1/1 തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജലത്തിൽ ഹൈഡ്രോമീറ്റർ 1 എന്ന് പറയുന്ന റീഡിംഗ് ആണ് കാണിക്കുക. ജലത്തേക്കാൾ സാന്ദ്രതയുള്ള ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ സൂചിപ്പിക്കുന്ന അങ്കനം 1 എന്ന അങ്കനത്തിന് മുകളിലായിരിക്കുമോ താഴെയായിരിക്കുമോ? അപ്പോൾ ജലത്തിനേക്കാളും സാന്ദ്രതയുള്ള ദ്രാവകം, അപ്പോൾ അവിടെ അംശത്തിൽ വരുന്ന സാന്ദ്രതേൻ്റെ മൂല്യം കൂടുതലാകുമ്പോൾ അതിൻ്റെ ആകെ മൂല്യം കണ്ടുപിടിക്കുമ്പോൾ 1ലും കൂടുതലായിരിക്കും. അപ്പോൾ അംശം ഛേദത്തിനേക്കാളും കൂടുതലാകുമ്പോൾ അതിൻ്റെ മൂല്യം കണ്ടുപിടിക്കുമ്പോൾ അത് 1നേക്കാളും കൂടുതലായിരിക്കും. ഇനി സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ എങ്ങനെയായിരിക്കും നിൽക്കുക? പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക, താഴ്ന്നിട്ടായിരിക്കും നിൽക്കുക? സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളുടെ കേസിൽ ആപേക്ഷിക സാന്ദ്രതേൻ്റെ മൂല്യവും കൂടുതലായിരിക്കും. അപ്പോൾ ആപേക്ഷിക സാന്ദ്രതേൻ്റെ മൂല്യം കൂടുതൽ ഹൈഡ്രോമീറ്ററിൽ വരുന്നത് കൂടുതൽ താഴേക്കാണ്. അപ്പോൾ ഹൈഡ്രോമീറ്ററിൻ്റെ താഴേക്കുള്ള റീഡിങ് വരണമെങ്കിൽ ഹൈഡ്രോമീറ്റർ എങ്ങനെയായിരിക്കും ആ ദ്രാവകത്തിൽ നിൽക്കുന്നുണ്ടാവുക? പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ കുറച്ച് പൊങ്ങിയിട്ട് നിൽക്കുമ്പോഴാണ് ആ ദ്രാവകത്തിൻ്റെ ലെവലിൽ ഹൈഡ്രോമീറ്ററിൻ്റെ കൂടിയ റീഡിങ്സ് വരിക. ഇനി സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളാണെങ്കിലോ? സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളാകുമ്പം ആപേക്ഷിക സാന്ദ്രതയുടെ മൂല്യവും കുറവായിരിക്കും. ആപേക്ഷിക സാന്ദ്രതേൻ്റെ മൂല്യം കുറവ് വരുന്നത് ഹൈഡ്രോമീറ്ററിൻ്റെ മുകൾ ഭാഗത്താണ്.
അപ്പം ദ്രാവകത്തിൻ്റെ ലെവലിൽ ഹൈഡ്രോമീറ്ററിൻ്റെ മേലെ ഭാഗം വരണം. അപ്പോൾ ആ ഒരു ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ കുറച്ച് അധികം താഴ്ന്നിട്ടായിരിക്കും നിൽക്കുക. സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളുടെ കേസിൽ ഹൈഡ്രോമീറ്റർ കുറച്ച് താണിട്ടും സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളുടെ കേസിൽ ഹൈഡ്രോമീറ്റർ കുറച്ചധികം പൊങ്ങിയിട്ടായിരിക്കും നിൽക്കുക. ഇനി പാലിൽ വെള്ളം ചേർത്ത് വെക്കുന്നത് കുറ്റകരമാണെന്ന് അറിയാമല്ലോ. പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കും? അതിനുപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ലാക്ടോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചാണ് പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അതും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്ററിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. അത് നോക്കാം. ഇപ്പോൾ ലാക്ടോമീറ്റർ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായിട്ടുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത് ആപേക്ഷിക സാന്ദ്രത അളന്നിട്ടാണ്. ആപേക്ഷിക സാന്ദ്രത അളന്നിട്ട് നോക്കും യഥാർത്ഥ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത തന്നെയാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമുണ്ടോ. വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ പാലിൽ വെള്ളം ചേർക്കുമ്പം പാലിൻ്റെ സാന്ദ്രത കുറയും. സാന്ദ്രത കുറയുമ്പം ആപേക്ഷിക സാന്ദ്രതയും കുറയും. ആപേക്ഷിക സാന്ദ്രത കുറയുമ്പം ചെറിയ റീഡിംഗ് ആണ് ഈ ഒരു ലാക്ടോമീറ്ററിൽ കാണിക്കുക. ലാക്ടോമീറ്ററിൽ ചെറിയ റീഡിംഗ് കാണിക്കുക എന്ന് പറയുമ്പോൾ ലാക്ടോമീറ്റർ അതിലേക്ക് കൂടുതൽ താഴ്ന്നിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇവിടെ ചോദ്യം: ശുദ്ധമായ പാലിലും ജലം ചേർത്ത പാലിലും ലാക്ടോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് തുല്യമായിരിക്കുമോ? എന്തുകൊണ്ട് തുല്യമായിരിക്കില്ല? കാരണം ശുദ്ധമായ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രതയല്ല ജലം ചേർത്ത പാലിലുണ്ടാവുക. അപ്പം അതിനനുസരിച്ചാണ് റീഡിങ്ങും കാണിക്കുക. ശുദ്ധമായ പാലിലാണോ കൊഴുപ്പ് മാറ്റിയ പാലിലാണോ ലാക്ടോമീറ്റർ കൂടുതലായി താഴുന്നത്? എന്തായിരിക്കും കാരണം? കൊഴുപ്പ് മാറ്റിയ പാലിലായിരിക്കും ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴുന്നുണ്ടാവുക. കാരണം കൊഴുപ്പ് മാറ്റിയ പാലിന് സാന്ദ്രത കുറവാണ്. അപ്പോൾ ആപേക്ഷിക സാന്ദ്രതേൻ്റെ റീഡിങ് കാണിക്കുന്നതും കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴും. കൂടുതൽ താഴ്ന്നാലാണ് ചെറിയ റീഡിങ് കാണിക്കുക. അതാണ് കാരണം. പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്ന് ലാക്ടോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ തിരിച്ചറിയും? അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത പാലാണെങ്കിൽ അതിൽ ലാക്ടോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലാക്ടോമീറ്റർ നന്നായിട്ട് താഴും. ശുദ്ധമായ പാലിൽ ലാക്ടോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ എത്ര താഴും എന്നുള്ളതിനേക്കാളും കൂടുതൽ താഴും. കാരണം ആപേക്ഷിക സാന്ദ്രത കുറയും, റീഡിങ് കുറയും. അപ്പോൾ അതുകൊണ്ട് താഴും. അപ്പോൾ അത് വെച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്ലവക്ഷണഫലം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. ഇനി നോക്കാനായിട്ടുള്ളത് വിലയിരുത്താമെന്ന് പറയുന്ന സെക്ഷനാണ്. അത് അടുത്ത വീഡിയോയിൽ നോക്കാം.